നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിന്റ് പെയിൻ ഉണ്ടോ? എന്തെങ്കിലും വിധത്തിലുള്ള മാനസിക വിഷമങ്ങളുണ്ടോ? അതുപോലെ ടെൻഷൻ, ഡിപ്രഷൻ, മറ്റെന്തെങ്കിലും രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഇനി ഒരു പടി കൂടി കടന്ന് കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഫാമിലിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തോ ചില പൊരുത്തക്കേടുകൾ, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിലപ്പുറം നമ്മുടെ സ്വന്തം ശരീരം നമുക്കങ്ങോട്ട് പറ്റുന്നില്ല, ജോയിന്റ് പെയിൻ ഉണ്ട്, അങ്ങോട്ട് ശ്വാസം മുട്ടലുണ്ട്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. മറുനാടനിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. ഇതെൻ്റെ അനുഭവമാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം എന്ന തംബ്നെയിൽ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോ. മറുനാടൻ മലയാളിയുടെ മെയിൻ ചാനലിൽ നിങ്ങൾ ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്, ഇന്നലെ ഇട്ട വീഡിയോ ആണ്. നിങ്ങളൊന്ന് കാണണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടാൽ മതി. ആ വീഡിയോ കാണാൻ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. കാരണം ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഇതിൽ എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആമുഖത്തിൽ തുടങ്ങിയ കാര്യമുണ്ടല്ലോ, അസുഖ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ സാധിക്കുന്നത്, അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് 16, 17, 18 ആ വയസ്സ് കാലഘട്ടങ്ങളിൽ ആ വിദ്യാഭ്യാസ മേഖലയുടെ ക്ലാസ്സുകൾ ഞാൻ എടുത്തു തുടങ്ങിയ സമയത്ത്, ആ സമയത്ത് ഏതാണ്ട് 94 കാലഘട്ടങ്ങളിലാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ എനിക്ക് പോകേണ്ടി വന്നു. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള മെഡിക്കൽ കോളേജ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ അവിടെ പോയി അവിടുത്തെ ഗാസ്ട്രോ എൻട്രോളജി പ്രൊഫസറെ പരിചയപ്പെട്ടു. അദ്ദേഹമായിട്ട് അധിക നേരം സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളുമായി ചില സംശയ നിവാരണം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അന്ന് HbA1c എന്ന് പറയുന്ന ഒന്ന്, ഇന്ന് നമ്മൾ തൈറോയിഡും കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഡിയത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. ഇതൊക്കെ എന്താണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആ ഒരു അവസ്ഥയിൽ അന്ന് HbA1c എന്ന് പറയുന്നത്, HbA1c നിങ്ങൾ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, മഞ്ഞപ്പിത്തം ഉണ്ടല്ലോ, മഞ്ഞപ്പിത്തം, അത് തന്നെ, മഞ്ഞപ്പിത്തത്തിന്റെ ഒരു B വൈറസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B. അത് അന്ന് ഭയങ്കര പ്രശ്നമാണ്. അന്ന് ബ്ലഡ് ഒന്നും എടുക്കൂല, ആശുപത്രിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനൊക്കെ ഭയങ്കര മടിയാ. ഈ കൊറോണ സമയത്ത് ആൾക്കാരെ ആട്ടി നിർത്തിയിരുന്നിട്ട്, ഇപ്പൊ കൊറോണക്കാർ പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നത് പോലെ അന്ന് ബ്ലഡ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും പ്രയാസമായിരുന്നു. അത്രത്തോളം പേടിയായിരുന്നു, ഭയം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കാലമാണ്. അന്ന് എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ HbA1c പോസിറ്റീവ് ആയിരുന്നു, ഹെപ്പറ്റൈറ്റിസ് B. അതിന് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ആ പ്രൊഫസർ എന്നോട് പറഞ്ഞു, സാബു, നിനക്ക് ഇത്രയാണ് ഇതിൻ്റെ റേറ്റ്, ആ റേറ്റ് വരെ നിനക്ക് കുഴപ്പമുണ്ടാവില്ല, അതിനപ്പുറത്തേക്ക് ഇത്ര റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പാരലൈസിസ്, കിടന്നു പോകും, പിന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, കിടപ്പാകും, പിന്നീട് ഒരു ഇത്ര ലെവൽ എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അതുകൊണ്ട് നീ കരിച്ചതും പൊരിച്ചതുമൊക്കെ ഒഴിവാക്കണം, കോഴി ഭക്ഷണം ഒഴിവാക്കണം, അതുപോലെ ചില ഭക്ഷണ കാര്യങ്ങളൊക്കെ, ക്രമങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഡോക്ടറോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഡോക്ടർ ഇതിന് മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മരുന്നില്ല, മരുന്ന് കണ്ടെത്തിയിട്ടില്ല, നമ്മുടെ ആഹാരക്രമത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഇതൊന്ന്. അതിനും ഏതാനും വർഷം മുമ്പ്, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1989 കഥയാണ് പറയുന്നത്. അന്ന് എനിക്ക് ശരീരവേദന, കലശലായ ശരീരവേദന വന്നു. പിന്നെ നടക്കാൻ കഴിയാതെ വന്നു, ഇരിക്കാൻ കഴിയാതെ വന്നു, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി ഞാൻ അനുഭവിച്ചു. ഇസഡ് പോലെ വളഞ്ഞുപോയി. ഇങ്ങനെ വളഞ്ഞിട്ട് കാലും ഇതുപോലെ വളഞ്ഞിരിഞ്ഞുള്ള അവസ്ഥ നോക്കൂ. കാല് നിവർത്താനും കഴിയില്ല, കൈ നിവർത്താനും കഴിയില്ല, ഇങ്ങനെ ഉള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ മാറിപ്പോയി. അതുമാത്രമല്ല, എൻ്റെ മാംസം ശോഷിച്ച് എല്ലുകൾ മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അന്നും ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് എന്നെ കൊണ്ടുപോയി. അവരെല്ലാവരും പറഞ്ഞു, ഇത് എല്ല് രോഗമാണ്, ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത വിധത്തിലേക്ക് കൂടിപ്പോയി, ഇനി നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുക, വീട്ടിൽ കൊണ്ടുപോയി കിടത്തുക, ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് തിരിച്ചുമൊക്കെ കിടത്തുക, ഒരേപോലെ കിടത്തരുത്, സ്വാഭാവികമായിട്ടും ശരീരത്തിൽ മുറിവുകൾ വരും, അത് ഉണങ്ങാൻ പിന്നെ പ്രയാസമായിരിക്കും, 1 വർഷക്കാലം അതാകുമ്പോഴത്തേക്കും മിക്കവാറും ഈ കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട്, അതുവരെ അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ 2 സന്ദർഭങ്ങളിലും വീട്ടുകാർക്ക് വളരെ വിഷമമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആകെ ഒരു മകനാണുള്ളത്.
ആ ഒരു മകന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ വിഷമമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ നേരിട്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിപ്പോൾ ഈ പറയാൻ കാരണമുണ്ട്. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഷാജൻ സ്കറിയയുടെ വീഡിയോ കൂടി കാണുമ്പോൾ പൂർണ്ണമാകും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഷാജൻ ആ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇതിന് മെഡിസിൻ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അൽഹംദുലില്ല എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിന് സ്തുതി. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ ശേഷം എന്തേലും ചോദിച്ചു. ഞാൻ പറഞ്ഞു വിസ എന്തായാലും ഉറപ്പായി, ഇനി ടിക്കറ്റ് ആണല്ലോ ഉറപ്പില്ലാത്ത, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതിയിട്ട് അതുവരെ കോഴിയിറച്ചി തിന്നാതിരുന്ന ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇനി തുടർന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടെ കേട്ടിട്ടേ പോകാവൂ. ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ സംഗതി തുമ്പില്ലാതാവും. അങ്ങനെ അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഇറച്ചിക്കോഴിയല്ല ഞാൻ പറയുന്നത്, കോഴിയിറച്ചി. അന്നത്തെ ഒരു കോഴിയെ വാങ്ങി വെട്ടി റെഡിയാക്കി കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അന്ന് പൊരിച്ചു, അന്ന് തിന്നു. അതായത് അന്ന് മുതലാണ് ഞാൻ കോഴിയിറച്ചി തിന്നാൻ തുടങ്ങിയത്. മാത്രമല്ല കരിച്ചതും പൊരിച്ചതും എല്ലാം ഞാൻ തിന്നാൻ തുടങ്ങി. ഇന്നും എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ തിന്നുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു കടിക്കാത്തതിനൊക്കെ ഞാൻ തിന്നോണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, വിശപ്പിന് മാത്രം ആഹാരം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ പാർട്ടിയോ ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് മൂക്കുമുട്ട വലിച്ചു കയറ്റുന്നു. ഇതാണ് എൻ്റെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് പരിശോധിക്കുമ്പോൾ ആ ഡെത്ത് ഡേറ്റും കഴിഞ്ഞ് ആ റേറ്റും കഴിഞ്ഞ് അതിൻ്റെ ഡബിളും കഴിഞ്ഞുള്ള സ്റ്റേജിലാണ് HbSH നിൽക്കുന്നത്. ഞാൻ ഈ അളവുകൾ പറയാത്തത് പലർക്കും പല അളവാണെന്നുള്ള തിരിച്ചറിവിൽ ഞാനത് പറയാത്തതാണ്. മെഡിക്കൽ സയൻസിൻ്റെ ഒരു ശരാശരിയാണ് പറയുക. അതിൽ കൂടുതലാണെങ്കിൽ എല്ലാവർക്കും കൂടുതൽ, അതിൽ കുറവാണെങ്കിൽ എല്ലാവർക്കും കുറവ്, ഇങ്ങനെയാണ് അത് പറയുക. പക്ഷെ ഓരോ വ്യക്തിക്കും ഈ ശരാശരിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം എനിക്ക് 40 ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 30 ആയിരിക്കും, വേറെ ആൾക്ക് 10 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് പറയാത്തത്. ഈ എമൗണ്ട് കൂടിയും കുറഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു മാനസികമായ പ്രയാസം ഉണ്ടാകാൻ കരുതിയിട്ട്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നോർമൽ എന്ന് പറയുന്നതിനേക്കാളും എത്രയോ മേലെ ഡബിളിന്റെ ഡബിളായിട്ടും ഇന്നും ഒരു രോഗവുമില്ലാതെ സുഖമായി ഞാൻ ജീവിക്കുന്നു. രണ്ടാമത് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ വാദരോഗങ്ങളുടെ കഥ. പെരുമുട്ടുവാദം, സന്ധിവാദം, രക്തവാദം, ആമവാദം എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു കഥ. നാട്ടിലെ ഒരു വൈദ്യനുണ്ടായിരുന്നു, ഒരു ആയുർവേദ ഡോക്ടറുടെ പിതാവ്. ആ വൈദ്യൻ എന്നെ യാദൃശ്യമായിട്ട് കണ്ടു. എന്നെ അറിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് നോക്കാം, പക്ഷെ ഞാൻ പറയുന്ന മരുന്നുകൾ പറയുന്നത് പോലെ കഴിക്കുകയാണെന്നുകൊണ്ട് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഒരു 3 കുപ്പി കഷായം കഴിക്കുമ്പോൾ പറ്റ കടന്നു പോകും, പിന്നെ തിരിഞ്ഞു കിടക്കാൻ കൂടി കഴിയാത്ത ഒരു ശവം പോലെ ആയിപ്പോവും. അവിടെ കൊണ്ട് ചികിത്സ നിർത്തുകയാണെങ്കിൽ അങ്ങനെ തന്നെ കാലാകാലം ഉണ്ടാവും. തുടർന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ തയ്യാറായി. അന്ന് ഇതുപോലെ കുപ്പി കഷായം കിട്ടുന്ന കാലമല്ല. മരുന്നുകൾ അദ്ദേഹം കുറിച്ച് തരും, കൊത്തുമരുന്നുകൾ കുറിച്ച് തരും. അവിടെ അങ്ങാടിക്കട എന്നാ പറയുക. ഈ കൊത്തുമരുന്നുകൾ വാങ്ങാൻ കിട്ടുന്ന പീടികയുണ്ട്. ആ പീടികയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇടിച്ച് ചതച്ച് കഷായം വെച്ച് കുടിക്കണം. അങ്ങനെ മഹാരാഷ്ട്രനാഥി രക്ഷരന്ധതിയൊക്കെ വെച്ചുണ്ടാക്കി കുടിച്ചു, അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ചു, ആശവങ്ങൾ കുടിച്ചു. അങ്ങനെ അവസാനം നെയ്സേവയൊക്കെ നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് കൊണ്ട് 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് അന്ന് മാറി. അതായത് ഈ 2 അവസ്ഥകളെയും അതിജീവിച്ച്, മരണത്തിൽ നിന്ന് അതിജീവിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അന്നാണ് അവസാനമായി ഞാൻ ഏതെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നത്. പിന്നെ ഇന്ന് വരെ എനിക്കൊരു രോഗവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെ ചികിത്സിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനിടയായ കാരണമാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. വീഡിയോയിൽ അല്പം നീളം കൂടുതലാണ്, ക്ഷമിക്കുക, വേറെ മാർഗമില്ല. മാനസികമായി നമ്മൾ ആരോഗ്യം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രോഗവും ഇല്ലാതെ ജീവിക്കാം, അല്ലെങ്കിൽ ഏത് രോഗത്തെയും അതിജീവിക്കാൻ പറ്റും. നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്നുകൊണ്ട് പ്രകൃതി എന്താണോ നമ്മളോട് പറഞ്ഞത് അതും പിന്നെ നമ്മൾ നിരന്തരം ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ഈ 2 കാര്യങ്ങളും കൊണ്ട് നമുക്ക് രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും. അതിലൊന്നാണ് ഷാജൻ സ്കറിയ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അഭാവം. ഇതെന്റെ ചെറുപ്പം മുതലേ ഞാൻ മല കയറിയും അല്ലാതെയുമൊക്കെ നടക്കുന്ന ഒരാളാണ്. ആ കോലത്തിൽ ഷർട്ടൊക്കെ ഇടാതെയാണ് ഇറങ്ങി നടക്കുന്നത്. ഷർട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങളെ മുന്നിൽ വരുമ്പോഴും മറ്റു ചടങ്ങുകളിലും ഒക്കെ ആൾക്കാരുടെ മുന്നിൽ വരുമ്പോഴും മാത്രമേ ഷർട്ട് ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ ഷർട്ട് ഒഴിവാക്കിയാണ് നടക്കൽ. പുറത്തൊക്കെ കുന്നിന് മലമുകളിലൊക്കെ പോയി ഷർട്ടില്ലാതെ ഒക്കെ നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ കിട്ടിയിരുന്നത് കൊണ്ട് എനിക്ക് അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്ന്. പിന്നെ മാനസികമായി ആരോഗ്യം ഉണ്ടാക്കുന്നതിന് കാരണം എൻ്റെ ചില തോന്നലുകളാണ്. അത് ഈ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയില്ല. അത് 2-3 ദിവസങ്ങളായി ഞങ്ങൾ ക്യാമ്പ് പോലെ ഞാൻ എത്രയോ വർഷങ്ങളായി എൻ്റെ അനുഭവങ്ങളെയും എനിക്ക് സ്വാമി സത്യാനന്ദ തീർത്ഥ പഠിപ്പിച്ചു തന്ന, അതേപോലെ ഒരു സൂഫി വര്യനുണ്ട്, അദ്ദേഹം പഠിപ്പിച്ചു തന്നത്, ഫാദർ ഫ്രാൻസിസ് പഠിപ്പിച്ചു തന്ന, അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മരിച്ചുപോയവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അറിവും കൂടെ വെച്ചുകൊണ്ട്
എത്രയോ വർഷങ്ങളായി ഞാൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ആ ക്യാമ്പുകളിൽ ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഞാനത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ജീവിത ശൈലികൾ നമ്മൾ വെച്ചു പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞിരുന്ന ടെൻഷനുകൾ, മറ്റ് അത് ഇത്, നിങ്ങൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊന്നും വരാതെ സുഖമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർ ഇതിന്റെ താഴെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ റെഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ 944060 എന്നുള്ള ആ നമ്പർ, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അത്തരത്തിൽ ഇനി അടുത്തും കാണാം ഏതെങ്കിലും ഒരു ക്യാമ്പോ ക്ലാസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കത് ഉപകാരമായിരിക്കും. ഞാനിതൊരു അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളൊന്നുമായിട്ട് പറയുന്നതല്ല, വേറെ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ, പിരിമുറുക്കം, പിന്നെ എന്ന് വേണ്ട എല്ലാം, ശരീരവേദന, ജോയിന്റ് പെയിന്, ഫാമിലി ഇഷ്യൂസ്, അവിടുത്തെ പ്രശ്നം, കച്ചവടത്തിൽ ഉയർച്ചയില്ല, മറ്റല്ല മറിച്ചയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, പൂർണ്ണമായും മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഞാൻ സഹായിക്കാം. ഇത് വെറുതെ ഞാൻ തള്ളിവിടുന്നതല്ല. ഇത് എത്രയോ വർഷങ്ങളായി ഞാൻ ജീവിച്ച്, ഞാനും എൻ്റെ കുടുംബവും ജീവിച്ച്, ഞങ്ങൾ അനുഭവിച്ച്, യാതൊരു ടെൻഷനുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ ജീവിച്ചു പോകുന്ന ആളാണ് ഞാനും എൻ്റെ കുടുംബവും. ആ വിഷയം നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച്, ഇങ്ങനെ വേദനിച്ച്, കരൾ രോഗം, കിഡ്നി രോഗം, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ലോകം എന്ന് പറയുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനും തയ്യാറാണ്. Different angles. Don't forget to subscribe and support this channel.